നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അത് നല്ല കണ്ടൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ആ വീഡിയോ വൈറലാവണം, അതിന് ഒരുപാട് റീച്ച് കിട്ടണം. അപ്പോൾ വൈറലാകുന്നത് മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം അതും ഒക്കെ കടന്നിട്ട് വളരെ നല്ല രീതിയിൽ യൂട്യൂബിൽ വളരണം, നല്ല ഉയർച്ചയിൽ എത്തണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പലരും ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അവർ വളരെയധികം ആവേശത്തോടു കൂടി ഉത്സാഹത്തോടെയും ഒക്കെയാണ് ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഇത് തന്നെ തുടർന്ന് കൊണ്ട് ഇരിക്കുമ്പോഴേക്കും വ്യൂസും വിചാരിച്ച രീതിയിൽ വരാത്തപ്പോൾ പലർക്കും ഇതിലൊരു മടുപ്പ് തോന്നാൻ തുടങ്ങും. കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഇതിലൊരു പുരോഗമനവും കാണുന്നില്ല, കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നില്ല എന്നൊക്കെ തോന്നാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ ചെന്ന് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കുമ്പോഴേക്കും ഏത് രീതിയിലാണ് അവർ അത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്, ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ഒരു ഏകദേശ രൂപം കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുക, ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഇത് കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ തുടക്കകാലത്തൊക്കെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ അതിൽ 50, 100 ഇല കൂടിപ്പോയാൽ 500 വ്യൂസോ ഒക്കെ വരുള്ളൂ. അപ്പം കുറേ കാലം ഇതുപോലെ തന്നെ ചിലപ്പോൾ വ്യൂസ് ഡൗൺ ആയിരിക്കാം. അപ്പോൾ പലരും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോഴേക്കും അവരുടെ മനസ്സ് മടുക്കുകയും ഇനി ഇതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ പലരും വിചാരിക്കും ഇനിയിപ്പോൾ ഇത് തമ്പനയിലൊക്കെ ആകർഷകമാക്കാം, കണ്ടൻറ്റൊക്കെ ഇനി വളരെ രീതിയിൽ നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ രീതിയൊക്കെ ഒന്ന് മാറ്റാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ചിലപ്പോൾ എന്തൊക്കെ ചെയ്താലും ആ വ്യൂസിൻ്റെ കാര്യത്തിൽ വലിയ ഒരു മെച്ചം കിട്ടാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോഴേക്ക് എല്ലാവർക്കും യൂട്യൂബിൽ ഒരു ടൈം എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ബൂസ്റ്റോ റീച്ചോ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഓരോരുത്തരും ഒരു 2 വർഷമോ 3 വർഷമോ ഒക്കെ മുമ്പ് നല്ല രീതിയിൽ വന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. ആദ്യ കാലഘട്ടത്തിൽ അവർക്കും അങ്ങനെ ഒരു വ്യൂസോ റീച്ചോ ഒക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോകെ പോകെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ആ ട്രെൻഡ് ഒന്ന് മാറി വരുന്നതാണ് സാധാരണ കാണാറുള്ളത്. അവരും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബൊക്കെ അരിച്ചു പറക്കി ഈ വ്യൂസ് കൂടാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പല വീഡിയോസും പലരും കാണും. അപ്പോൾ ആ ഒരു ടിപ്പൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴേക്കും വിചാരിച്ചത്ര രീതിയിലൊരു ഫലം കണ്ടെന്ന് വരില്ല. കാരണം ആ ഒരു ടിപ്പ് പറഞ്ഞ കാലഘട്ടത്തിലുള്ള യൂട്യൂബിൻ്റെ അൽഗോരിതവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ല ഇപ്പോഴത്തെ സമയത്ത്. അപ്പോൾ അന്നത്തെ സമയം അതിനോട് യോജിച്ച് പോവുകയും അന്ന് ആ ഒരു ടിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അതിന് ഫലം കണ്ടിരിക്കുകയും ചെയ്യാം. പക്ഷേ അതേ കാര്യം ഇന്ന് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേക്കും അതുപോലെ അതിനൊരു ഫലം കണ്ട് കിട്ടണമെന്നില്ല. അത് തന്നെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേക്കും അറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് അത് റെക്കോർഡ് ചെയ്തിട്ട് അതിൽ യാതൊരു എഡിറ്റിങ്ങും ചെയ്യാതെ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് അവരുടെ വീഡിയോസിനൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് മിക്കവർക്കും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഒരുപാട് തവണ അതൊക്കെ ഒന്ന് നോക്കി എഡിറ്റിംഗ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരിക്കും മിക്കവർക്കും. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് തന്നെ ഇത് ചെയ്തിട്ട് അത്രയും എക്സ്പേർട്സ് ആയിട്ടുള്ള ധാരാളം പേര് ഇതിനകത്തുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വ്യൂസ് കൂടുമെന്ന് കരുതി ഡെയിലി തന്നെ ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഒരുപാട് ഷോർട്സും ഒക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളിനി അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ചാനലുകളുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താൽ അതിന് കാണാൻ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ധാരാളം ചാനലുകളും ഒരുപാട് കണ്ടൻറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരേ ഒരു ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടാൽ അതിന് വ്യൂസ് കൃത്യമായിട്ടും കൂടുതലായിട്ടും വരണമെന്നൊന്നും ഇല്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ നല്ല കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കൺസിസ്റ്റൻ്റായിട്ട് 2 ദിവസത്തിലൊരിക്കലോ ഒരാഴ്ചയിൽ ഇത്ര വീഡിയോസോ എന്നുള്ളൊരു കണക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തുടർന്നും ആ ഒരു രീതിയിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാ സ്ഥലത്തും ടിപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ നമ്മൾക്ക് പ്രയോജനപ്പെടണമെന്നില്ല. എല്ലാം ആലോചിച്ചും വേണ്ട രീതിയിൽ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടും നിങ്ങളുടെ വീഡിയോസും കണ്ടൻറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഇതുപോലെ വേറെയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി പോകെ ഞാൻ അതുപോലത്തെ ടോപ്പിക്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര്
സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയും പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കാതെ അതിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ളൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.